ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി പക്കവടയാണ് കേട്ടോ. പലതരത്തിലും പക്കവട ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്തിട്ടുള്ളൊരു പക്കവടയാണ് കേട്ടോ. മുൻപ് ചെയ്ത പക്കവടയുടെയൊക്കെ റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ പക്കവട ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പക്കവട ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 3 തണ്ട് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവും 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും പക്കവട ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലേ. അപ്പോൾ തൈര് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് പക്കവടക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെ കുഴക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ പക്കവടക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ. തേങ്ങ ചിരവിയത് ചേർത്തിട്ട് നിങ്ങൾ ഇതുവരെ പക്കവട ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇതിങ്ങനെ കടിക്കുന്ന സമയത്ത് ചെറിയ തേങ്ങയുടെ ആ ഒരു കഷ്ണങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു മാവ് നമുക്കൊരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും. 2 മണിക്കൂറിന് ശേഷം എണ്ണ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂണിലോ കോരിയിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കവടയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്